السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا هدى للناس وبينات من الهدى والفرقان. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم سنتحدث من آية 23 إلى آية 36 من سورة النبأ إن شاء الله. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ സൂറത്ത് നബയിലെ 23 മുതൽ 36 വരെയുള്ള സൂക്തങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് 100 ആഴ്ചത്തെ ക്ലാസ്സുകളാണ് നമുക്ക് കടന്നുപോയത്. 100 ക്ലാസ്സുകൾ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലാണ് നമുക്ക് ഇത്രയും ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലാഹുവിന് നാം നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്, ശുക്രിന്റെ സുജൂദുകൾ അർപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല 100 ക്ലാസ് എന്ന് പറയുമ്പോൾ അതിലധികം ക്ലാസ്സുകൾ നമ്മൾ എക്സ്ട്രാ നടത്തിയിട്ടുണ്ട്. വ്യാകരണത്തിനും പരീക്ഷയ്ക്കും റിവിഷനും ഒക്കെ ആയിട്ട് അതിലധികം ക്ലാസ്സുകൾ. ഈ നൈരന്തര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇത് നൈരന്തര്യം അവസാനം വരെ എത്തിക്കണം എന്നതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് രീതിയിലാണോ അവസാനിപ്പിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുക. തുടങ്ങിയതുപോലെയല്ല, അവസാനിക്കുന്നിടത്തും അതിൻ്റെതായ ചൈതന്യം നിലനിൽക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ 100 ആഴ്ചത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഒരു പേജിലെ 105 വാക്കുകൾ കിട്ടണം. ഒരു പേജിലെ 105 വാക്കുകൾ കിട്ടണം. അതായത് 82% കവർ ചെയ്തിട്ടുണ്ടാവും. അതിലധികമാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്, 82%. ഇപ്പൊ ഞാനിവിടെ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വായിച്ചപ്പോൾ കിട്ടിയ പേജുകൾ റാൻഡം ആയിട്ടാണ് വരുന്നത്. നമ്മൾ പഠിപ്പിക്കാത്ത പേജുകൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇട്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 79 ഏറ്റവും കുറഞ്ഞത്. 90-95% കിട്ടിയ ആൾക്കാരുണ്ട്. ശതമാനമാണ്. അപ്പൊ അത് തുടരുക ഇൻഷാ അല്ലാഹ്. അതിന്റെ നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. 79% കിട്ടിയ ആൾക്ക് ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഞാൻ ആ പേജിൽ നിന്ന് വായിച്ചു നോക്കി. ഖുർആനിലെ 565 പേജാണ്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ തന്നെ ഇത് അക്സമു എന്ന വാക്കുണ്ട്. ഈ അക്സമു എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലേ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, സത്യം ചെയ്യുന്നു, ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ പിന്നെ അക്സമ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒക്കസിമോ ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ അഞ്ചര ഗ്രൂപ്പാണ്. അപ്പൊ ഒക്കസിമോ എന്നതിന്റെ അക്സമ, അക്സമു, ഇത് അക്സമു, അവർ സത്യം ചെയ്യുന്ന സന്ദർഭം. അപ്പൊ ഇതുപോലുള്ള സംഗതികൾ നമ്മൾ പഠിച്ച സംഗതിയുടെ രൂപഭേദങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തന്നിരിക്കുന്ന 82% അതിന്റെ താഴെയാണെങ്കിൽ, പല പുസ്തകത്തിലുണ്ട് ആ ശതമാനം, അതിന്റെ താഴെയാണെങ്കിൽ
വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടോ? 3 അക്ഷരവുമായി ബന്ധപ്പെട്ട, 3 അടിസ്ഥാന അക്ഷരവുമായി ബന്ധപ്പെട്ടത്, അതിലധികമായി വരുന്നത്, അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫ് അല്ല യഥാർത്ഥത്തിലുള്ളത്, അതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല നിലയ്ക്കും. ഇനി തന്നിരിക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലിത്വാഗീന മആബ എന്നാണ് പറഞ്ഞ് അവസാനം നിർത്തിയത്, അല്ലേ? إن جهنم كانت مرصادا للطاغين مآبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. ഇതിൽ നമുക്ക് പുതിയ വാക്കുകൾ വല്ലതും ഉണ്ടോന്ന് നോക്കണം. ലാബിസീന, ലാബിസിനെ പഠിച്ചോ? ലബിസ എന്താണ്? താമസിച്ചു. അപ്പൊ അതിന്റെ കർത്താവിന്റെ രൂപമാണ് ലാബിസുൻ, അതിന്റെ ബഹുവചനമാണ് ലാബിസൂന. പിന്നെ ലാബിസീന എന്ന് വന്നത് എന്തുകൊണ്ടാണ്? അത് ലാബിസീന എന്ന് വന്നത് അവിടെ ഹാലായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ എന്നാണ്. അപ്പൊ എന്താണ്? കാന വന്നു, കാനത്ത് മിർസാദ. ലിത്വാഗീന മആബൻ. ലാബിസീന ഫീഹ, ഹാല് തന്നെയാണ്. ലാബിസീന ഫീഹ, അതിലവിടെ താമസിക്കുന്നവരായ നിലയിൽ. ലാബിസീന ഹാല് വരുമ്പോ എന്ത് വരും? നെസ്ബ് ചെയ്യപ്പെട്ടു വരും. ലാബിസീന ഫീഹ, അതിൽ അവരവിടെ, ഫീഹ അതിൽ താമസിക്കുന്നവരായ നിലയിൽ, താമസിക്കുന്നവരായ നിലയിലാണ് ഉള്ളത്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ. നരകം എന്തായിരിക്കുന്നു? മിർസാദ, അഭയസ്ഥാനമായിരിക്കുന്നു. പതിസ്ഥാനമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം. ലവാദിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവർ വരുന്നതും കാത്ത് നരകം ഇരിക്കുകയാണ്. കാനത്ത് മിർസാദ ലിത്വാഗീന മആബ. അപ്പൊ മആബ എന്ന് പറഞ്ഞത് കാനത്തിന്റെ ഖബറായത് കൊണ്ടാണ്. കാനത്തിന്റെ മിർസാദിന്റെ അനുബന്ധമായിട്ടാണ് ഇത് മആബൻ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാബിസീന, അവരവിടെ താമസിക്കുന്നവരായ, അവരവിടെ താമസിക്കുന്നവരായ. പിന്നെ അഹ്ഖാബ് പുതിയ പദമാണ്. ബർദൻ വലാ ശറാബൻ ഇല്ലാ ഹമീമൻ. ഹമീമൻ പഠിച്ചോ? ഹമീമൻ വെച്ചാല് എന്തോ ഒരു ദരകത്തിലെ സാധനല്ലേ? ചുട്ടുപൊള്ളുന്നത്. ഗസ്സാഖ് പുതിയ പദമായിരിക്കും. ജസാഅൻ വിഫാഖ് പുതിയ പദമായിരിക്കും. ലാ യർജൂന ഹിസാബൻ അവിടെയൊന്നുമില്ല.
കസ്സബു ബി ആയാതിന കിസ്സാബ. അപ്പൊ ഇവിടെയുള്ള ഒരു പദം അഹ്ഖാബ്, പിന്നെ ഹമീം, ഗസ്സാഖ്, വിഫാഖ്, ഇങ്ങനെ 4 പദങ്ങളാണ് ഇവിടെ പുതിയ പദങ്ങളായിട്ടുള്ളത്. ഒന്ന് അഹ്ഖാബ്. അഹ്ഖാബിന്റെ ഏകവചനം എന്ന് പറയുന്നത് ഹുഖുബുൻ ആണ്. ഹുഖുബുൻ, ഹുഖുബുൻ, അതിന്റെ ബഹുവചനമാണ് അഹ്ഖാബ്. പക്ഷെ ആ ഏകവചനം ഖുർആനിൽ വന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അഹ്ഖാബ് വന്നിട്ടുണ്ട്, യുഗങ്ങൾ. ഹുഖബ്, അഹ്ഖാബ്, യുഗങ്ങൾ. ദീർഘകാലമാണ് യുഗം എന്ന് പറയും. ആ ദീർഘകാലത്തിന്റെ ബഹുവചനമാണ് യുഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ദീർഘമായ കാലം. അതിന്റെ ബഹുവചനമാണ് അഹ്ഖാബ്. അപ്പൊ എത്ര ദീർഘമായ കാലങ്ങളാണ് അവർ താമസിച്ചത് എന്ന് പറയാൻ പറ്റാത്തത്ര രീതിയിൽ അത്രയും യുഗങ്ങളോളം അവരവിടെ താമസിച്ചു. അവരവിടെ രുചിക്കുകയില്ല ബർദ്, തണുപ്പ്, വല ശറാബ്. അപ്പോ നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അവരവിടെ ടേസ്റ്റ് ചെയ്യുകയില്ല ബർദ്, തണുപ്പ് അഥവാ കുളിര്, വല ഷറാബൻ, അവർക്ക് സിറപ്പും കിട്ടുന്നതല്ല. ഷറാബ് എന്ന് പറയുമ്പോൾ സിറപ്പിൽ നിന്ന് ലാറ്റിനിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് ബോറോ ചെയ്തത്. അപ്പൊ ഇംഗ്ലീഷുകാർ പറയും ഞങ്ങൾ ലാറ്റിനിൽ നിന്നാണ് ഈ സിറപ്പ് ബോറോ ചെയ്തതെന്ന് പറയും. യഥാർത്ഥത്തിൽ ലാറ്റിൻകാർ എവിടെ നിന്നാണ് ബോറോ ചെയ്തത്? അവര് അറബിയിൽ നിന്നാണ് ബോറോ ചെയ്തത്. യൂറോപ്പ് സ്പീക്സ് അറബിക് എന്ന് പറയുന്ന കനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഡോക്ടർ വി അബ്ദുറഹീമിന്റെ മദ്രാസിയാണ് യൂറോപ്പ് സ്പീക്ക് അറബിക്. യൂറോപ്പിലേക്ക് ഒരുപാട് അറബി വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടമെടുത്തിട്ടുണ്ട്. അതൊക്കെ സ്പെയിനിന്റെയും അതേപോലെ സ്പെയിനിന്റെ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരുപാട് വിജ്ഞാനങ്ങൾ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട്. അവരെല്ലാം എന്ത് ചെയ്തു? സ്പെയിനിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു. ലൈബ്രറിയും വലിയ മഹത്തായ ലൈബ്രറികളുണ്ട്, വലിയ ലൈബ്രറികളുണ്ട്. ആ ലൈബ്രറികളിൽ ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ്. അവർക്ക് അവിടെ താമസിച്ച് വായിച്ച് പഠിച്ച് പോകാം. അപ്പൊ പലരും എന്ത് ചെയ്തു? അവിടെ വന്ന് താമസിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ അഹ്ഖാബൻ ഒരുപാട് കാലങ്ങൾ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്തു? എല്ലാം കോപ്പി എടുത്തു, പകർത്തി എഴുതി. ചിലര് ട്രാൻസ്ലേറ്റ് ചെയ്തു, ചിലർ അത് അങ്ങനെ തന്നെ എഴുതി കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ അവരുടെ വിജ്ഞാനമാക്കി അത് മാറ്റി. എന്നിട്ട് പിന്നെ അത് ചെയ്തു അധിനിവേശം തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ ചെയ്തു? ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളെല്ലാം വെള്ളത്തിട്ടു, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. നദിയിൽ അക്കരെ കിടക്കാൻ വേണ്ടി അവര് കല്ലുകൾ കൊണ്ട് നദിയിലിടുന്നതിന് പകരം പുസ്തകങ്ങളായിരുന്നു കൊണ്ടിട്ടത്. എന്നിട്ടാണ് ആ നദിയിലെ അക്കരെ കിടന്നത്. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വാക്കുകൾ അറബിയിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവിടെ നിന്ന് പല യൂറോപ്യൻ ഭാഷകളിൽ നിന്നുമാണ് എന്ത് ചെയ്തത്? ഇംഗ്ലീഷിലേക്ക് ബോറോ ചെയ്യും. അപ്പൊ അതിന്റെ റൂട്ടൊക്കെ പറയുമ്പോൾ ആ റൂട്ടാണെന്നാണ് അത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് സിറപ്പ് വന്നത്. ഷറാബ്, കുടിനീര്. അപ്പൊ കുളിരുമില്ല കുടിനീരുമില്ല. അവർക്കവിടെ കുളിരുമില്ല കുടിനീരുമില്ല. അവർ രുചിക്കുകയില്ല. ഇല്ല ഹമീമൻ വഗസ്സാഖ. ഈ പറഞ്ഞ ബർദിന് പകരം എന്താണുള്ളത്? അവിടെ ഹമീമാണുള്ളത്. തിളച്ച വെള്ളം, ചുട്ടുപൊള്ളുന്ന. തണുപ്പില്ല, തണുപ്പിന് പകരം അവർക്ക് ഹമീമാണുള്ളത്. ഹമീം എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്ന വെള്ളം, ഹമീം. അതേപോലെ തന്നെ ഊഷ്മളമായ സുഹൃത്ത് എന്നും അർത്ഥമുണ്ട്. ഊഷ്മളമായ സൗഹൃദബന്ധം ഉള്ള ആള്. വലായസ്അല ഹമീമുൻ ഹമീമ എന്ന് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. വലായസ്അല ഹമീമുൻ ഹമീമ. ഉറ്റ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുകയില്ല ആ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ലോകാവസാന സന്ദർഭത്തിൽ. അപ്പൊ അവിടെ പറഞ്ഞ ഹമീം എന്താണ്? ഉറ്റ സുഹൃത്ത് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്ന ഹമീം
ചുട്ടുപൊള്ളുന്ന വെള്ളം എന്ന അർത്ഥം. വെള്ളം എന്ന അർത്ഥം വരുന്നില്ല, ചുട്ടുപൊള്ളുന്നത് എന്നാണ്. പക്ഷെ അവിടെ കുളിരിന് പകരം ചുട്ടുപൊള്ളുന്നതാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കുടിനീര് അവിടെ ലഭിക്കുന്നത് ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. വഗസ്സാഖൻ, ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ മുറിവിൽ നിന്ന് ഒലിക്കുന്ന നീര്, മുറിവിൽ നിന്നും ഒലിക്കുന്ന നീര്, അതിനാണ് ചലം എന്ന് പറയും. ഉപയോഗിക്കാറുണ്ടോ നിങ്ങളുടെ നാട്ടില് ചലം? ചലം, ചീഞ്ഞലം എന്നൊക്കെ പറയും. അത് അപൂർവമായതുകൊണ്ട്, അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് പഴുപ്പും നീരും എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതെല്ലാം കൂടെ കലർന്ന് ഒലിക്കുന്നതിനാണ് ചലം എന്ന് പറയുന്നത്. ആ ഗസ്സാഖാണ് അവർക്ക് കുടിക്കാൻ കിട്ടുന്നത്. ചുട്ടുപൊള്ളുന്നതും അല്ലെങ്കിൽ ദുഷിച്ചതുമായ നീര്, ചുട്ടുപൊള്ളുന്ന വെള്ളം അല്ലെങ്കിൽ ദുഷിച്ച നീര് ആണ് അവർക്ക് കിട്ടുന്നത്. മാംസത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ദുഷിച്ച നീരാണ് അവിടെ കിട്ടുക. ജസാഅൻ വിഫാഖ, അതാണ് അവരുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രതിഫലം. വിഫാഖ് പുതിയ മറ്റൊരു പദം. വിഫാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാഫഖ യുവാഫിഖു എന്നാണ്. വാഫഖ യുവാഫിഖു, യോജിച്ചു വന്നു. വാഫഖ യുവാഫിഖു. വഫഖ എന്നും പറയാം. വഫഖ യോജിപ്പിച്ചു വന്നു കേട്ടോ. വാഫഖ യോജിച്ചു വന്നു. വഫഖ യുവഫിഖു, അതിൽ നിന്നാണ് തൗഫീഖ് വന്നത്, യോജിപ്പിച്ചു. വഫഖ, വാഫഖ യോജിച്ചു. വിഫാഖ് ജാഹദ യുജാഹിദ്, ജിഹാദ് എന്ന് പറയുന്നത് പോലെ വാഫഖ യുവാഫിഖു വിഫാഖ്. ഇവിടെ നമ്മൾ വിഫാഖ് എന്ന വാക്ക് പഠിച്ചാൽ എന്ത് ചെയ്യാൻ നമുക്കതിനെ, വിഫാഖ് എന്ന വാക്ക് ജിഹാദ് എന്ന വാക്ക് പോലെയാണെങ്കിൽ അതിനെ നമുക്ക് ജാഹദ പോലെ അതിന്റെ മാവിയിലേക്ക് മടക്കാം. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനിയെങ്കിലും ആ നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകളെ ചെയ്യുക, പുനർവായന നടത്തണം. അമ്മ ജിസയിൽ നമ്മൾ അൽഫാത്തിഹ മുതൽ നാസ് മുതൽ പഠിച്ചു വന്ന വാക്കുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടി വായിച്ചു നോക്കണം. ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ റൂട്ട് വേർഡിലേക്ക് അഥവാ അതിന്റെ ഉത്ഭവ പദത്തിലേക്ക് നമുക്ക് മടക്കാൻ പറ്റും. അതിന്റെ മാവിയിലേക്ക് മടക്കാൻ പറ്റും. മാവിയിലേക്ക് മടക്കിയിട്ട് പിന്നെ അതിന്റെ രൂപങ്ങളെല്ലാം പറയാനും പറ്റും. പിന്നെ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഏതാണ് ഗ്രൂപ്പ് എന്ന്, അലു ഗ്രൂപ്പാണോ, ലറബ എളിബ് ഗ്രൂപ്പാണോ, നസറ എൻസുറു ഗ്രൂപ്പാണോ എന്ന് സംശയം ഉണ്ടായിരിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യണം, ആ വാക്ക് ഡിക്ഷണറിയിൽ അടിച്ചു നോക്കിയാൽ മതി. ഡിക്ഷണറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അൽ മആനി അടിച്ചു നോക്കുക. അൽ മആനി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാവുന്ന ഡിക്ഷണറിയാണ്. almaani.com. ഇതിന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അത് നോക്കാം. അതിലടിച്ചു നോക്കിയാൽ അതിന്റെ മാളിയും മുതാരിയും അതിന്റെ ക്രിയാലാപവും ഒക്കെ നമുക്ക് കിട്ടും. ജസാഅൻ വിഫാഖ. അപ്പൊ ഇതാണ് അവർക്ക് അനുയോജ്യമായ പ്രതിഫലം. കാരണം എന്താ, താഗീനായിരുന്നവര്, താഗീൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ അതിര് കവിഞ്ഞങ്ങ് പോവുകയാണ്. അവരെ സംബന്ധിച്ചോളം തിരിച്ചു വരണമെന്ന ചിന്താഗതിയൊന്നുമില്ല. അവരെ കിടന്ന കിടപ്പിൽ തന്നെ അവിടെ തന്നെ മുങ്ങിത്താരണം. ആ ദുഷിച്ചു നാറിയ അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ ആ മോശമായ ജീവിത രീതിയിൽ തന്നെ അവർക്ക് അങ്ങനെ ആസ്വദിച്ച് ഉല്ലസിച്ച് അങ്ങ് പോകണം. അതാണ് അവരുടെ ഉല്ലാസം. ആ അർത്ഥത്തിലാണ് താഗീൻ എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്തിട്ടില്ല, യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറബ, മറിച്ച് അവർക്ക് കിട്ടുന്നത് ഹമീമും ഗസ്സാഖും ജസാഅൻ വിഫാഖ. അതാണ് അവർക്ക് യോജിച്ച പ്രതിഫലം. അപ്പോൾ ജസാഅൻ എന്ന് വന്നത് ഇല്ലാ ഹമീമൻ, ഇല്ലാ ഹമീമൻ എന്ന് വന്നപ്പോൾ എന്തായിരുന്നു, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ. ലാ യദൂഖൂന, അവർ ആസ്വദിക്കുകയില്ല, ബർദൻ. അപ്പൊ യദൂഖുവിന്റെ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് ബർദ് വന്നത്. അതുകൊണ്ടാണ് അതിന് നസ്ബ് ചെയ്തത്. വലാ ഷറാബൻ എന്ന് പറയുമ്പോൾ അതിനോട് അനുബന്ധമാക്കി എന്ത് ചെയ്തു, വാവ് ഉപയോഗിച്ച് അതിനോട് തൊട്ടുമ്പോഴതിന് ബന്ധപ്പെടുത്തിയപ്പോൾ ബർദന്റെ അടയാളമാണ് ഷറാബിനും വരേണ്ടത്. ഇല്ല ഹമീമൻ, ഇല്ല വരുമ്പോൾ നസ്ബ് ചെയ്യും. ആർത്ഥത്തിലാണ് ഇല്ല ഹമീമൻ, ഹമീം നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
വഗസ്സാഖൻ വാ ഉപയോഗിച്ച് ഹമീമിനോട് ബന്ധപ്പെടുത്തിയപ്പോൾ ഹമീമിന്റെ അടയാളം വന്നു. ജസാഅൻ. ജസാഅൻ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഹാലാണ്, അവസ്ഥ പറയാൻ വേണ്ടിയാണ്. അവസ്ഥ പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നസ്ബ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ജസാഅൻ, പ്രതിഫലമായ നിലയിൽ. പിന്നെ ജസാഅന്റെ എന്താണ് വിഫാഖ്? ജസാഅന്റെ വിശേഷണമാണ് വിഫാഖ്. അപ്പോ അത് പറഞ്ഞ എല്ലാ സംഗതികളും ഇവിടെയുണ്ട്. അതിൽ അല്ലില്ല, ഇതിലും അല്ലില്ല. അത് ഏകവചനമാണ്, ഇത് ഏകവചനമാണ്. അത് മുദക്കറാണ്, ഇതും മുദക്കറാണ്. 4 കാര്യങ്ങളിലും യോജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിശേഷം. ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ. ഇന്നഹും തീർച്ചയായും അവർ, കാനു അവരായിരുന്നു, ലാ യർജൂന. അപ്പൊ കാനയുടെ രണ്ടാം ഭാഗം ഇവിടെ മറ്റൊരു വാക്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നയുടെ രണ്ടാം ഭാഗം കാന കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്യമായിട്ട് വന്നു. കാനയുടെ രണ്ടാം ഭാഗം എന്ത് ചെയ്തു? മറ്റൊരു ക്രിയാവാക്യമായിട്ടാണ്. അപ്പൊ കാനയുടെ ഖബറാണ്, ഖബറിന്റെ അടയാളം നോക്കണ്ട. ലാ യർജൂന അവർ, യർജൂന പഠിച്ചല്ലോ നമ്മള്, പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. എന്താണ് മടങ്ങി യർജൂന? ആഗ്രഹിച്ചു, മടങ്ങി ആഗ്രഹിക്കുന്നവർ. മാളി എന്താണ്? മാളി റജ, റജ യർജു. കേട്ടോ, റജ യർജു. ദഅ യദ്ഉ പോലെ. അപ്പൊ യർജൂന യദ്ഊന പോലെ. അപ്പൊ റജ, അപ്പൊ യർജൂന യദ്ഊന പോലെയാണെങ്കിൽ ദഅ ആണ് അതിന്റെ മാളി. അങ്ങനെയാണെങ്കിൽ യർജൂനയാണെങ്കിൽ റജ ആയിരിക്കും അതിന്റെ മാളി. ലാ യർജൂന അവർ ആഗ്രഹിക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. എന്ത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു? ഹിസാബ്, വിചാരണ. വിചാരണ അല്ലെങ്കിൽ കണക്ക് നോക്കൽ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അങ്ങനെയൊന്നും സംഭവം ഒന്നും ഉണ്ടാവില്ല എന്ന നിലയിലായിരുന്നു അവര് ജീവിച്ചു. വക്കദ്ദബൂ ആയാത്തിന, അവരെന്ത് ചെയ്തു? കളവാക്കി. എന്തിനെ കളവാക്കി? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. കിസ്സാബൻ, കളവാക്ക്. കിസ്സാബ് എന്ന് പറഞ്ഞത് കദ്ദബ യുകദ്ദിബുവിന്റെ ക്രിയാധാതു എന്താണ് നമ്മൾ പഠിച്ചത്? കദ്ദബ യുകദ്ദിബിന്റെ ക്രിയാധാതു എന്താ പഠിച്ചത്? തക്ദീബ്. കദ്ദബ യുകദ്ദിബു തക്ദീബുൻ. അതിന്റെ മറ്റൊരു ക്രിയാധാതുവാണ് കിസ്സാബ്. തക്ദീബുൻ വ കിസ്സാബുൻ, കളവാക്കൽ. കദ്ദബൂ ആയാത്തിനെ കിസ്സാബിന് ഒരൊറ്റ കളവാക്കലങ്ങ് കളവാക്കിയത്. അതാണ് ഇവിടെ ഒരു കളവാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കളവാക്കിയെന്നല്ല. കദ്ദബൂ അവർ കളവാക്കി. അതിന്റെ ക്രിയാധാതു ആവർത്തിച്ചിരിക്കുന്നത് അതിന്റെ ഇന്റൻസിറ്റി പറയാൻ വേണ്ടിയാണ്. ക്രിയാധാതു പറയുന്നത് പലപ്പോഴും പല ആവശ്യത്തിനായിരിക്കും. ചിലപ്പോൾ എണ്ണം പറയാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അതിന്റെ തീവ്രത പറയാൻ വേണ്ടിയായിരിക്കും. ഇവിടെ എന്തിനാണ്? എണ്ണം പറയാനല്ല, തീവ്രത പറയാൻ. ഒരൊറ്റ കളവാക്കലങ്ങ് കളവാക്കി എന്ന് പറഞ്ഞതുപോലെ. കദ്ദബൂ ബി ആയാത്തിന കിസ്സാബ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ബി ആയാത്തിന, ആയാത്തിന് എന്തുകൊണ്ടാണ് കസ്ർ വന്നത്? ബി വന്നതുകൊണ്ട്. ബി വന്നുകൊണ്ട് കസ്റത്ത് കൊണ്ട് തന്നെ കസ്ർ ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നും ചിന്തിക്കാനില്ല. സ്ത്രീലിംഗ ബഹുവചനമാണ്, പക്ഷെ കസ്റത്തായിട്ട് തന്നെ വരും. കസ്ർ ചെയ്യപ്പെടുമ്പോൾ കസ്റത്ത് കൊണ്ട് തന്നെയാണ് കസ്ർ ചെയ്തത്. കദ്ദബൂ ബി ആയാത്തിന കിസ്സാബ. അപ്പൊ ഇവിടെ മഫ്ഊൽ മുത്തലഖ് എന്ന് പറയും. മഫ്ഊൽ മുത്തലഖ്, നിരുപാധികമായ ക്രിയാധാതു. ആ അർത്ഥത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ നസ്ബ് ചെയ്തിരിക്കുന്നത്. ഇത് മഫ്ഊലാണ്, മുത്തലഖ്. അതെ, ക്രിയാധാതുവാണ് വരുന്നത്. ക്രിയാധാതു മഫ്ഊൽ ബിഹി ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ തീവ്രത പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കദ്ദബൂ അവർ കളവാക്കി, കിസ്സാബൻ കളവാക്കൽ. കളവാക്കലിനെ കളവാക്കി എന്ന് പറഞ്ഞാൽ
ആ ക്രിയാധാതു വരുമ്പോഴ് മഫ്ഊൽ മുത്തലഖ് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ലാ യസൂഖൂന ഫീഹാ ബർദൻ എന്ന് പറഞ്ഞു. അവിടെ എന്താണ്? മഫ്ഊലുൻ ബിഹി ആണ്. മഫ്ഊലുൻ ബിഹി. ഇവിടെ എന്താണ്? കസ്സബു ബിആയാതിനാ കിസ്സാബ് എന്ന് വന്നപ്പോ മഫ്ഊല് മുത്തലഖാണ്, നിരുപാധികമായ മഫ്ഊല് എന്ന് പറയും. അപ്പം കാരണം എന്താണ്? ക്രിയാധാതു വന്നത്. ക്രിയാധാതു മഫ്ഊലുൻ ബിഹി മഫ്ഊലായിട്ട് വന്നത്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു. വകുല്ല ശൈഇൻ എല്ലാ സംഗതികളും അഹ്സൈനാഹു. അഹ്സ അഹ്സ എന്ന് പറഞ്ഞാൽ എണ്ണി കണക്കാക്കി എന്നാണ്, അല്ലെങ്കിൽ വലയം ചെയ്തു എന്ന് അർത്ഥം വരും. എണ്ണി കണക്കാക്കി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ അതിനെ കണക്കാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിലും വരും. ഇവിടെ എന്താണ്? വകുല്ല ശൈഇൻ അഹ്സൈനാഹു. അതിനെ നാം എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രോഡീകരിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വലയത്തിലാണ് എന്ന അർത്ഥത്തിലാണ്. ഏത് രീതിയിൽ? കിതാബൻ, ഗ്രന്ഥമായ നിലയിൽ. ഗ്രന്ഥമായ നിലയിൽ എന്ന് പറഞ്ഞാൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അഹ്സൈനാഹു എല്ലാം നമ്മുടെ വരുതിയിലുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. കുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബൻ. ഫദൂഖൂ. അപ്പൊ അഹ്സ വലയം ചെയ്തു അല്ലെങ്കിൽ എണ്ണി. ഈ രണ്ടർത്ഥവും ഇവിടെ ഇവിടെ പറയാൻ പറ്റും. നമുക്ക് എല്ലാത്തിന്റെയും എണ്ണമുണ്ട്. എങ്ങനെയാണ് എണ്ണം? രേഖപ്പെടുത്തപ്പെട്ടതായ നിലയിലാണ്. അതേപോലെ തന്നെ വലയം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ വരുതിയിൽ തന്നെ ഉണ്ട്. എല്ലാ സംഗതികളും നമ്മുടെ വരുതിയിൽ തന്നെ ഉണ്ട്. ഏത് രീതിയിലാണ്? അത് ഒരു എന്താ പറയാ, ഒരു സാങ്കല്പികമായ തലത്തിലല്ല, മറിച്ച് എല്ലാം റെക്കോർഡഡ് ആണ്. എല്ലാം റെക്കോർഡഡ് ആണ്. എല്ലാം എഴുതി സൂക്ഷിച്ചിരിക്കുക. കിതാബൻ. ഫദൂഖൂ. നേരത്തെ പറഞ്ഞ പോലെ ദൂഖു എന്നതിനെ നമുക്ക് ഏതിനോട് തുല്യം ചെയ്യാം? നമ്മൾ ചിലപ്പോ ദൂഖുവിന്റെ പട്ടിക പഠിച്ചിട്ടുണ്ടാവും. ഫദൂഖൂ അത് ഏതുപോലെയാണ്? നമ്മൾ ആദ്യം പഠിച്ച ഏത് ക്രിയായിരുന്നത്? ഇതേപോലത്തെ ഒരു ക്രിയ ആദ്യം പഠിച്ചത് ഫദൂഖൂ കൂലു പോലെയാണെങ്കിൽ അതിനെ കൂലുവിനെ കാലയാക്കുന്നത് പോലെ ദൂഖുവിനെ ദാക്കയാക്കാം. അപ്പൊ പിന്നെ ദാക്കയുടെ ഏതെങ്കിലും ഒരു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വരുമ്പോ നമ്മളത് പഠിച്ചില്ലെന്ന് പറയരുത്. പഠിച്ചോ? ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ദാഇഖത്തുൻ, ദാഇഖുൻ ആസ്വദിക്കുന്ന വൾ. ദാഇഖത്ത്. അപ്പൊ നഫ്സ് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. നഫ്സ് എന്ന വാക്ക് വരുന്നിടത്ത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച പദങ്ങൾ തന്നെ ഉണ്ട്. ഫലൻ നസീദക്കും. ഫദൂഖൂ അപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക അല്ലെങ്കിൽ ആസ്വദിച്ചു കൊള്ളുക. ഫലൻ നസീദക്കും. ദൂഖുവിന്റെ ഏകവചനം എന്താണ്? ദൂഖു നിങ്ങൾ ആസ്വദിക്കുക. ദൂഖ് നീ ആസ്വദിക്കൂ. അതുകൊണ്ട് ഖുർആൻ ദൂഖ്. ഫലൻ നസീദക്കും. നസീദ അതിന്റെ മാള് എന്താണ്? സാദ യസീദ് വരുമ്പോഴത്തേക്ക് ഈ സാദയ്ക്ക് രണ്ടർത്ഥം വരും. സാദ നിരുപാധികം, അതായത് മഫ്ഊലുൻ ബിഹി ഇല്ലാതെയാണ് വന്നിരിക്കുന്നതെങ്കിൽ വർദ്ധിച്ചു. സാദൽ മാഉ അല്ലെങ്കിൽ സാദൽ മാലു എന്നൊക്കെ പറയുമ്പോൾ വർദ്ധിച്ചു. ഇവിടെ എന്താണ്? നസീദ കും. അപ്പം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു. നിങ്ങൾക്ക് എന്തിനാ വർദ്ധിപ്പിച്ചു? അജാബൻ. രണ്ട് മഫ്ഊലുൻ ബിഹി ഉണ്ട് ഇവിടെ. ശിക്ഷ.
ഇല്ല വന്നിട്ടാണ് ഇല്ല അജാബൻ. ഇല്ല വരുമ്പോ നേരത്തെ മുമ്പ് വന്നിരിക്കുന്നതിന്റെ അനുബന്ധമായി വരും. ലൻ നസീദ, നാം വർദ്ധിപ്പിക്കുകയില്ല. എന്ത് വർദ്ധിപ്പിക്കുകയില്ല? ഇല്ല അജാബൻ, ശിക്ഷയല്ലാതെ നാം വർദ്ധിപ്പിക്കുകയില്ല. അപ്പൊ നസീദയുടെ കൂടെ കോം മഫ്ഊൽ ബിഹി ആയി വന്നപ്പോഴാണ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുക എന്നത്. നിന്നെ വർദ്ധിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയില്ല, ഇല്ല അജാബൻ, ശിക്ഷയില്ലാതെ. അപ്പൊ കാരണം എന്താ? അവസാനം പറഞ്ഞു നിർത്തിയത് കസ്സബൂ ബി ആയാതിനാ കിസ്സാബ. നമ്മളെ ദൃഷ്ടാന്തങ്ങൾ എന്ത് തെളിവ് കണ്ടാലും അവർ പാടെ അങ്ങ് നിഷേധിച്ചു കളയാം. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. എന്ത് അടയാളം കണ്ടാലും പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തിനും പരലോകത്തിനും ഒക്കെ തെളിവാണ്. അള്ളാഹുവിന്റെ അസ്തിത്വം, ഏകത്വം, അതേപോലെ പരലോകം, എല്ലാത്തിനും തെളിവാണ്. കാരണം ഈ നിലനിൽക്കുന്ന സംഗതിയെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഉദ്ദേശമില്ലാതെ ഒരു സംഗതി നടക്കുന്നില്ല. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതിനും പിന്നിലും ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് ഇത് വെറുതെ അങ്ങ് അവസാനിച്ചു പോവുകയില്ല. മറിച്ച് ഇവിടെ നന്മ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ പ്രതിഫലം കിട്ടുന്നില്ല. തിന്മ ചെയ്യുന്നവർക്ക് അനുയോജ്യമായ ശിക്ഷയും ലഭിക്കുന്നില്ല. എങ്കിൽ അങ്ങനെ അനുയോജ്യമായ പ്രതിഫലവും അനുയോജ്യമായ ശിക്ഷയും ലഭിക്കുന്ന ഒരു സ്ഥലം വരേണ്ടതുണ്ട്, ഒരു സംവിധാനം വരേണ്ടതുണ്ട്. അതാണ് പരലോകം. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത് കസ്സബൂ ബി ആയാതിനാ കിസ്സാബൻ. അവര് കണ്ട ദൃഷ്ടാന്തങ്ങളെയും തെളിവുകളൊക്കെ ഒന്നുമില്ലാതെ വെറുതെ അങ്ങ് തള്ളിക്കളഞ്ഞു. വേറെ സ്ഥലത്ത് ചോദിക്കുന്നുണ്ടല്ലോ, അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ, നിങ്ങളെ നാം ശ്രദ്ധിച്ചിരിക്കുന്നത് വൃഥാവിലാണ്, ഒരു കളിതമാശയായിട്ടാണ്. കുട്ടികൾ കടപ്പുറത്ത് വന്ന് മണൽ കൂട്ടി എന്തൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ അവര് ഇപ്പൊ വാങ്ങാൻ കിട്ടില്ല സാധനം, മോൾഡ് ചെയ്യുന്ന സാധനം, അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കളിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? വന്നക്കും ഇലൈന ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാൻ പറ്റും. മനുഷ്യൻ കാണുന്നതിനൊക്കെ ദൃഷ്ടാന്തമായി കാണാം. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ പറ്റും. ഇന്നലിൽ മുത്തഖീന മഫാസ. അപ്പോ ലിത്വാഗീന മആബൻ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്വാഗീന മആബ. അതിരി കവിഞ്ഞവരുടെ അഭയസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. അതിരി കവിഞ്ഞവരുടെ അഭയസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. ഇനി മുത്തഖികൾ, ഇന്നലിൽ മുത്തഖീന. മുത്തഖിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിരി കവിഞ്ഞവൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അതിരി കവിയൽ ഉണ്ടാകുന്നത്? ഫുസൂഖിന്റെയും അപ്പുറമാണ് അതിരി കവിയൽ താഗിൻ എന്ന് പറയുന്നത്. ആസിമ് കുറ്റവാളി, ആസിൻ ധിക്കരിച്ചവൻ. അള്ളാഹുവിനെ അനുസരിക്കണം. അല്ലാഹു റസൂൽ എന്ന് പറയും. അള്ളാഹും റസൂലിനെ അനുസരിക്കണം എന്ന് പറയും. അതിനെ അനുസരിച്ചില്ലെങ്കിൽ ആസിൻ ധിക്കരിച്ചവനാണ്. അതേപോലെ പാവം ചെയ്യാൻ പാടില്ല, പാവം ചെയ്യുന്നവൻ ആസിമാണ്. അതിനും ഒക്കെ അപ്പുറമാണ് താഗിൻ, അതിരി കവിഞ്ഞവൻ. അതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? താഗിന് ജഹന്നമാണുള്ളത്. അവർക്ക് ഷറാബും ബർദും ഷറാബും ഒന്നും ഇല്ല, മറിച്ച് ഹമീമും മസാഫുമാണുള്ളത്. പക്ഷെ മുത്തഖികളായ ആൾക്കാർ. അപ്പൊ മുത്തഖികൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. സൂക്ഷ്മത പാലിക്കും. ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ഭക്തന്മാരുണ്ട്. സൂക്ഷ്മത പാലിക്കും. സൂക്ഷ്മത പാലിക്കും.
അപ്പൊ തഖ്വ എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണോ അതോ അവസാനത്തെ പടിയാണോ? ഒരാൾ മുത്തക്കിയാണോ ആദ്യമാകുന്നത്, അതല്ല അവസാനമാണോ മുത്തക്കിയാവുക? അവസാനം. അവസാനം. അവസാനം മുത്തഖീൻ അവസാനം. അപ്പൊ ആദ്യം എന്താ? തഖ്വ. തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ നരകത്തെ അള്ളയെ പേടിക്കുക, നരകത്തെ പേടിക്കുക. ഭയമാണ് ആദ്യം ഉണ്ടാകുന്നത്. ഭയമാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് അള്ളാഹുമായി മഹബത്ത് ഉണ്ടാകും. പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അള്ള പറയുന്നതിനോട് എന്ത് ചെയ്യും? സിങ്ക്രോണൈസ് ആകും. ഒരേ വേവ് ലെങ്തിലാകും എന്ന് പറയുമല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവര് അവരാലോചിക്കുന്നത് പോലെ നമ്മളും ആലോചിക്കും. അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവും. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആലോചിച്ചത് തന്നെയാണ് നീയും ആലോചിച്ചത്. കാരണം എന്താ? സെയിം വേവ് ലെങ്തിൽ വരും. പക്ഷെ ആദ്യം അങ്ങനെ ഒരാളുമായി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അയാൾ നമ്മളോട് പറയും ഒരു താല്പര്യം, നമ്മള് അയാൾ അങ്ങനെ പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നൊക്കെ പറയും. പിന്നീട് എന്താവും? ആ കണക്ഷൻ കൂടുമ്പോഴും ആത്മബന്ധം കൂടും. പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടുപേരും ഒരേപോലെ വരും. അവർ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കും. എന്തായി? സെയിം വേവ് ലെങ്ത് ആയി. അതേപോലെ തന്നെ അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചലിക്കും. അങ്ങനെയാണ് എന്താകുന്നത്? ഇഹ്സാനിലേക്ക് പോകും. നമുക്ക് അതിനെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. എന്തായാലും തഖ്വ എന്ന് പറഞ്ഞാൽ നരകത്തെ പേടിച്ച് അള്ളയെ പേടിച്ച് ജീവിക്കുക. മുള്ളുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ വസ്ത്രം മുള്ളിൽ പെടാതെ നടന്നു പോകുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അവിടെ അഴുക്കും, സമൂഹത്തിൽ ഒരുപാട് അഴുക്കും വൃത്തികേടുകളും ഒക്കെ ഉണ്ട്. ആ വൃത്തികേടും അഴുക്കൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പറ്റാതെ നമ്മൾ പോകുന്നു. നരകത്തെ പേടിച്ചുകൊണ്ട്, അള്ളയെ പേടിച്ചുകൊണ്ട്, വിചാരണ നടക്കും എന്ന് പേടിച്ചുകൊണ്ട്, ശിക്ഷ ലഭിക്കും എന്ന് പേടിച്ചുകൊണ്ട്. പിന്നീട് നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്ത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ സ്വർഗത്തിന്റെ അഭിവാഞ്ച അഭിരുചി ഇതിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഇഹ്സാൻ വരും. ഇഹ്സാൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ഇല്ലം തക്കുൻ തറാഹു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. തീർത്തില്ല.
ഒന്നും കേൾക്കണില്ലല്ലോ. ഉസ്താദിന്റെ ക്യാമറ കംപ്ലൈന്റ് തോന്നുന്നുണ്ട്. ഇവിടെ ആ കേൾക്കുന്നില്ല. ഞാൻ വിചാരിച്ച എന്റെ കുഴപ്പമായിരിക്കുന്നു. ഞാനും വിചാരിച്ചങ്ങനെ. ഞാനും അത് ഒറ്റയ്ക്ക് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേട്ടു കേട്ടു. ആ, ഇപ്പൊ പറഞ്ഞു വന്നത് ഇഹ്സാനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ ഇബാദത്ത് ചെയ്യലാണ്, അള്ളാഹ് ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹു, നീ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ, നീ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നു. ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നു. അപ്പൊ അത് എന്താണ്? അപ്പൊ തഖ്വ എന്താണ്? തഖ്വ യഥാർത്ഥത്തിൽ തുടക്കമാണ്, പ്രാരംഭമാണ്. തുടക്കത്തിൽ എന്ത് വേണം? അള്ളാഹെ പേടിച്ച് ജീവിക്കണം. അള്ളാഹെ പേടിച്ച് ജീവിച്ചിട്ട് പിന്നീട് അടുത്ത ഘട്ടം വരുമ്പോൾ അള്ളാഹെ ഇഷ്ടപ്പെടും. അള്ളാഹു എന്ത് ചെയ്യുന്നു? മഹബത്തുള്ള വരും, അള്ളാഹുമായിട്ടുള്ള ഇഷ്ടം വരും. ഇഷ്ടം വരുമ്പോ അള്ളാഹു, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹും നമ്മളും തമ്മിലുള്ള അടുപ്പം അനുസരിച്ച് അള്ളാഹുവിന്റെ അഭിഷ്ടത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ എന്ന് യാന്ത്രികമായി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ രീതിയിലേക്ക് ആയിത്തീരും. നേരത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹ് എന്ത് പറഞ്ഞു? അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ഖുദ്സി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, സത്യവിശ്വാസി അള്ളാഹുമായി അടുത്തുകൊണ്ടേയിരിക്കും. അവനെന്ത് ചെയ്യും? നിർബന്ധമായ സംഗതികൾ ചെയ്യും, നിർബന്ധമായ കാര്യങ്ങൾ അനുസരിക്കും. പിന്നീട് എന്ത് ചെയ്യും? അള്ളാഹുമായി അടുക്കുന്ന തോതനുസരിച്ച് സുന്നത്ത് ആയ കാര്യങ്ങൾ വർദ്ധിപ്പിക്കും. പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് അവന്റെ കണ്ണ് ഞാനായിത്തീരും, കാല് ഞാനായിത്തീരും, കൈ ഞാനായിത്തീരും എന്ന് പറഞ്ഞു. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി എന്നൊക്കെ പറഞ്ഞു. അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ പ്രവർത്തിക്കുന്ന കൈ ഞാനാകും, അവൻ നടന്നു പോകുന്ന കാല് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും എന്നൊക്കെ പറഞ്ഞു. അതേ ആശയത്തിന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? നമ്മുടെ അള്ളാഹുവിന്റെ അഭീഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജീവിത രീതിയിലേക്ക് മാറും. അതാണ് അതിന്റെ ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളെ ആ അവസ്ഥയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇന്നലിൽ മുത്തഖീന മഫാസ, അങ്ങനെയുള്ള ഭക്തന്മാർക്ക് മഫാസ് ആണുള്ളത്. മഫാസ് എന്ന് പറയുമ്പോൾ ഫാസ യഫൂസു, ഫാസ യഫൂസിന്റെ ക്രിയാധാതുവാണെന്ത്? ഫൗസിന്റെ മറ്റൊരു ക്രിയാധാതുവാണ് മഫാസ്. മീമുള്ള ക്രിയാധാതുവാണത്. ഫൗസ് കാലയക്കൂര് കൗരൻ എന്ന് പറഞ്ഞതുപോലെ ഫാസ് യഫൂസു ഫൗസുൻ. അതേപോലെ ആ ഫൗസിന് അല്ലെങ്കിൽ ഫാസ് യഫൂസുവിന് മറ്റൊരു ക്രിയാധാതു ഉണ്ട്, അതാണ് മഫാസ്. മുത്തക്കികളെ സംബന്ധിച്ചോളം, അള്ളയെ പേടിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചോളം മഫാസ്, അവർക്ക് വിജയമാണ്. ആ വിജയത്തിന്റെ അനുബന്ധമായി എന്ത് വരും? നേരത്തെ പറഞ്ഞവർക്ക് ജഹന്നമക്കാനത്ത് മിർസാദ, അവരെ കാത്തിരിക്കുകയാണ്, കാത്തിരുന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന പോലെ എന്ത് ചെയ്യാണ്? നരകം കാത്തിരിക്കുകയാണ്, പരിസ്ഥലത്താണ്. അവർക്കവിടെ കുളിരും കുടിനീരും ഒന്നുമില്ല, തിളച്ച വെള്ളവും ചീഞ്ഞലവുമല്ലാതെ. ഇവിടെയാണെങ്കിലോ, ഇവിടെ വിജയമാണ് അവർക്ക്. പിന്നെ എന്താണ്? ഹദായിഖ്. അപ്പോ അൽ ചേരാതെയാണ് വന്നിരിക്കുന്നത്. അൽ ചേരാതെ ബഹുവചനം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അനവധി. ഹദിയക്കത്തിനാണ് അതിന്റെ ഏകവചനം, ഹദിയക്കത്ത്. ഹദിയക്കത്ത്, തോട്ടം. ഗാർഡൻ എന്ന നിലയ്ക്കും ഹദിയക്കത്ത് ഉപയോഗിക്കാറുണ്ട്, ഗാർഡൻ. അങ്ങനെയാണെങ്കിൽ ജന്നത്തിൻ എന്ന് പറഞ്ഞതിന്റെ പര്യായ പദമായിട്ടാണ് ഹദിയക്കത്തിന് വന്നത്. അതിന്റെ ബഹുവചനം ജന്നാത്തുൻ, ജന്നത്തിന്റെ ബഹുവചനം ജന്നാത്തുൻ പോലെ ഹദിയക്കത്തിന് ബഹുവചനം ഹദായിഖു എന്ന്. ഹദിയക്കത്തിന് ബഹുവചനം വരുമ്പോ എന്താവും? ഒരു ലമ്മ ഉണ്ടാവുള്ളൂ, ഹദായിഖു. ഹദിയക്കത്തുൻ ഹദായിഖു.
അതേപോലെ അനാബ്, ഇനബുൻ ജമഹു അനാബ്. സ്വർഗത്തോപ്പുകൾ ഉണ്ടാകും. ഹദായിക്ക് എന്ന് പറയുമ്പോൾ അവരെ വിജയത്തിന്റെ ഭാഗമായി കിട്ടുന്ന എസ്റ്റേറ്റ് ആയതുകൊണ്ടാണ് സ്വർഗീയ എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. സ്വർഗത്തോപ്പുകളാണ്. അനാബ്, മുന്തിരികളുണ്ട്. അനാബ്. കവാഇബ്, തരുണികൾ ഉണ്ടാകും. അത്രാബ്, സമപ്രായക്കാരായ. ഇവിടെ നമ്മൾ ലഭിക്കുന്ന സംഗതികളാണ് തുലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ ആഗ്രഹം എന്തായിട്ടാണ് വരിക ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഖുർആൻ വിശദീകരിക്കുന്നത്. അതായത് അവിടെ ഇതിന്റെയൊക്കെ ഒരു കേളിരംഗമാണ്, അനാശാസ്യ പ്രവണതകളുടെ കേളിരംഗമാണ് എന്ന്. മറിച്ച് ഇവിടെ മനുഷ്യൻ എന്തെല്ലാമാണോ കാംക്ഷിക്കുന്നത് അതെല്ലാം ഇവിടെ ഹലാലായ രീതിയിൽ ഉപയോഗിച്ചാൽ അവിടെ അതിരറ്റ വിലയിൽ ലഭിക്കും. ആ അർത്ഥത്തിലാണ് ഹദായത്ത്, സ്വർഗത്തോപ്പുകൾ, അനാബ്, മുന്തിരികൾ, വക്കവാഇബ്, തരുണികൾ. എങ്ങനെയുള്ള തരുണികളാണ്? അത്രാബ്. സമപ്രായക്കാരായ. കായിബിന്റെ ബഹുവചനമാണ് കവാഇബ്. കായിബുൻ, കവാഇബ്. മധുര 17-ലെത്തിയ പ്രായം എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കവായിബിലുള്ളത്. കായിബ്. അത്രാബ്, സമപ്രായക്കാരായ. അപ്പൊ ശരീരത്തിന്റെ ആ വടിവ് അല്ലെങ്കിൽ അതിന്റെ ഇത് പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് അവരുടെ പ്രായത്തിനനുസരിച്ച തരുണികളാണ് ലഭിക്കുക. സമപ്രായക്കാർ. അതിന്റെ തിർബാണ് അതിന്റെ ഏകവചനം. തിർബുൻ ജമഉഹു അത്രാബ്. അപ്പൊ ഈ രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും അവർക്കവിടെ കിട്ടും. മാത്രമല്ല കഅസ്, വേറെ ചില സ്ഥലങ്ങളിൽ കഅസിന് കൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്വാബിൻ, കൂബിന്റെ ബഹുവചനമാണ് അക്വാബ്. ഈ കൂബാണ് എന്ത് ചെയ്തത് പല വഴിക്ക് മറിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ കപ്പായിട്ടുണ്ട്. അതിന് പകരമാണ് ഇവിടെ കഅസ് ഉപയോഗിച്ചിരിക്കുന്നത്. കഅസ്, ചഷകം എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള കപ്പ്. കഅസൻ ദിഹാഖ്, എങ്ങനെയുള്ളതാണ്? ദിഹാഖ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്. ദഹിഖ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു. അതിന്റെ ക്രിയാധാതുവാണ് ദിഹാഖ്, നിറയൽ എന്ന്. കഅസൻ ദിഹാഖൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ കോപ്പകളും ചഷകങ്ങളും. കഅസൻ ദിഹാഖൻ. അപ്പൊ ഇതെല്ലാം അവിടെ കിട്ടുന്ന സംഗതിയാണ്. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും? അവിടുത്തെ പരിസരം, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് താമസിക്കുമ്പോൾ അതിന്റെ പരിസരം കൂടെ നോക്കുമല്ലോ. ഇവിടെ പറഞ്ഞ സുഖ സൗകര്യങ്ങളൊക്കെ എന്താണ്? വലിയ വലിയ സുഖ സൗകര്യങ്ങളാണ് ലഭിക്കുന്നത്. തോട്ടങ്ങളും മുന്തിരിയും പറഞ്ഞ കവായിബ് അത്രാബും കഴിഞ്ഞതിന് ശേഷം പിന്നെ കഅസൻ ദിഹാഖൻ, നിറഞ്ഞ കോപ്പുകൾ. നമ്മൾ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ജ്യൂസൊക്കെ റെഡി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നിറഞ്ഞ കപ്പുകൾ അവിടെ ഉണ്ടാകും. എല്ലാം റെഡിയാണ്, ഏത് ജ്യൂസ് വേണമെങ്കിലും കഴിയാം. ലാ യസ്മഊന, പരിസരം എന്താണ്? നമ്മൾ എവിടെയെങ്കിലും ചെന്ന് താമസിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം എന്തും വേണം? പരിസരങ്ങൾ അല്ലെങ്കിൽ താമസിക്കാൻ പോകുന്നതൊക്കെ എന്തായിരിക്കും? പരിസരം കൂടെ നോക്കിയിട്ടാണ്. ആ പരിസരം കൂടി എന്താണ് അവർക്ക്? ലാ യസ്മഊന ഫീഹാ ലഗ്വ, അവരാ പരിസരത്തൊന്നും എന്ത് കേൾക്കില്ല? ലഹുവ് കേൾക്കില്ല. പാഴ്വാക്ക്, അനാവശ്യ വാക്ക്. ലഗ എന്ന് പറഞ്ഞാൽ പാഴായി. ലഗായൽഹു പാഴായി. ലാഹിൻ പാഴായത്, ഇൻവാലിഡ്, വോയിഡ്. ലാഹിൻ അതിന്റെ ക്രിയാധാതുവാണ് ലഘവ്.
പാഴാകൽ, അനാവശ്യമായത്. അപ്പൊ അനാവശ്യമായ സംഗതി, ആവശ്യമില്ലാത്ത സംഗതി അവിടെ കേൾക്കുകയില്ല. നമ്മള് ഒരു അസഭ്യം പറയുമ്പോൾ മാന്യന്മാരെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് ചിലർക്ക് അസഭ്യം വരെ പറയാൻ മടിയായിരിക്കും. കാരണം എന്തുകൊണ്ടാ? അത് മാന്യതയ്ക്ക് കുറവായ സംഗതിയാണ്. അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും അസഭ്യ വാക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയി, മാന്യന്മാരാണെങ്കിൽ മാറിപ്പോയി. അപ്പൊ മാന്യതയുടെ ഭാഗമാണ് ഇത്, നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ ഭാഗമാണ് പരിസരത്ത് പാഴ്വാക്ക് കേൾക്കാതിരിക്കുക എന്ന്. അതേപോലെ തന്നെ കിസ്സാബ്, കിസ്സാബിൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? കളവാക്കൽ. ഇവിടെ നേരത്തെ പറഞ്ഞത് തക്ദീബിന്റെ തുല്യമായ വാക്കായിട്ടാണ് പറഞ്ഞത്. ഇവിടെ കിസ്സാബ് എന്താണ് പറഞ്ഞത്? ഇവിടെ കദിബിന്റെ തുല്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കദ്ദബ യുകദ്ദിബു ഇതിന്റെ ക്രിയാധാതു എന്തുണ്ട്? കദ്ദബ യുകദ്ദിബിന്റെ ക്രിയാധാതു തക്ദീബ് പോലെ കിസ്സാബുമുണ്ട്. അതേപോലെ കദബ യക്ദിബുവിന്റെ ക്രിയാധാതു എന്താണ്? കദബ യക്ദിബുവിന്റെ ക്രിയാധാതുവാണ് കദിബ്. അതിന് തുല്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കിസ്സാബ് ഉപയോഗിച്ചിട്ടുണ്ട്. കദിബിന്റെ കദബയുടെ ക്രിയാധാതുവായിട്ടും കിസ്സാബ് ഉണ്ട്, കദബയുടെ ക്രിയാധാതുവായിട്ടും കിസ്സാബ് ഉണ്ട്. കദബയുടെ ക്രിയാധാതുവായിട്ട് കിസ്സാബ് വന്നാൽ അത് എന്താണ്? കദിബ്, കള്ളം എന്ന് പറഞ്ഞാൽ ആധിക്യത്തിന്റെ കള്ളം. അങ്ങനെയുള്ള കള്ളവാക്ക് കേൾക്കില്ല. കിസ്സാബ് കള്ളവാക്ക്, ലഘുവും കിസ്സാബും. അവിടെ നമ്മള് ലഘു എന്ന് പറയുന്നത് എന്താണ്? ലഘുവ് തുല്യമായ പാഴ്വാക്ക് കേൾക്കുകയില്ല, അതേപോലെ കള്ളമാക്കൽ ഇല്ല എന്നല്ല വരിക, മറിച്ച് എന്താണ്? കള്ളവാക്ക്, കദിബ് ഇല്ല. ജസാഅൻ മിർ റബ്ബിക, നേരത്തെ പറഞ്ഞു ജസാഅൻ വിഫാഖ എന്നാണ് പറഞ്ഞു. അവർക്ക് അതാണ് മാച്ച് ചെയ്യുന്ന അവരുടെ പ്രതിഫലം. ഇവിടെ എന്ത് പറഞ്ഞു? ജസാഅൻ മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലമാണ്. പിന്നെന്താണ്? അതാ ആണ്. അതാ എന്ന് പറഞ്ഞാൽ ദാനം, വെറുതെ കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കല്ല ഉള്ള പ്രതിഫലം തരില്ല. പിന്നെന്താണ്? കുറെ ദാനമായിട്ടാണ് തരുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്താവില്ല, പെർഫെക്റ്റ് ആവുകയില്ല. പിന്നെ തരുന്നതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും അഡീഷണൽ ആയിട്ടാണ് തരുന്നത്. കാരണം നമുക്ക് അല്ലാഹ് തന്നിരിക്കുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ണിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഒരിക്കലും നമുക്ക് അത് മറ്റൊന്നുമായിട്ട് തുലനം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെടുത്ത് നോക്കിയാൽ, ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ, നമ്മൾ അനാട്ടമിയൊക്കെ പഠിച്ചാൽ മനസ്സിലാകും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അതുകൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലാഹ് തന്നിരിക്കുന്ന നിഅമത്തിന് പകരമാവുകയില്ല, എത്ര തന്നെ വലിയ സൽക്കർമ്മം നമ്മൾ ചെയ്താൽ പോലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹ് പ്രതിഫലം നൽകും. അത് കൂടാതെ അതാ ആയിട്ടും തരും, ദാനമായിട്ടും തരും. എഴുത്താത് നൽകലാണ്. പക്ഷെ ഇതെന്താണ്? അതാ എന്ന് പറഞ്ഞാൽ ദാനമായി നൽകൽ, ഔദാര്യമായി നൽകൽ. സദക്ക എന്ന് പറയാൻ പറ്റില്ല. വേറെ വാക്കുണ്ടെന്ന് നോക്കാം, ഓർമ്മ വരുന്നില്ല. ഇപ്പൊ സമയം തീർന്നുകൊണ്ട് ക്ലാസ് നിർത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തയാണുള്ളത്. അതാ എന്ന് പറയുമ്പോൾ നൽകൽ എന്നല്ല, അതിന് അപ്പുറം ഇതാണ്, വേറൊരു കാരണം ഇല്ലാതെ നൽകുന്നതിനാണ് അതാ എന്ന് പറയുന്നത്. ദാനമായി നൽകുന്നു എന്ന് പറഞ്ഞതുപോലെ അതിനും എന്തുണ്ട്? ഹിസാബുണ്ട്. കണക്കനുസരിച്ചാണ് കൊടുക്കുന്നത്. ആ കണക്ക് എവിടെയുണ്ട്? നമ്മുടെ കണക്കനുസരിച്ചല്ല, അള്ളാന്റെ പക്കൽ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് വരുന്നത്.
എല്ലാവർക്കും ഒരേപോലെ അല്ല കൊടുക്കുന്നത്. ഓരോ നന്മ ചെയ്തവർക്കും അതിന്റെ കണക്കനുസരിച്ചാണ് അള്ളാഹ് കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹ് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ഒരു കണക്കുണ്ടാവും. അതാ ആണ് കൊടുക്കുന്നത്, ദാനമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ അല്ല. ഓരോരുത്തരുടെയും സിൻസിയാരിറ്റി അല്ലെങ്കിൽ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടായിരുന്നോ അതനുസരിച്ചാണ്, നിയ്യത്ത് എന്തായിരുന്നോ അതനുസരിച്ചാണ് കൊടുക്കുക, പ്രകടമാകുന്നതനുസരിച്ചല്ല. അവര് പുറമേ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണക്കാക്കിയിട്ടല്ല, മറിച്ച് അതിന്റെ ആത്മാർത്ഥതയും അതിന്റെ നിയ്യത്തുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഓരോരുത്തർക്കും ഓരോ കണക്കുണ്ട്. അള്ളാന്റെ കയ്യിൽ ഒരു കണക്കുണ്ട്, കണക്കനുസരിച്ചാണ്. ഓക്കെ, അപ്പോ ലാബിസീനയുടെ ഫേല് മാവി എന്താണ്? ലബിസ 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 മുളാരി എൽബസ് ലബിസ എൽബസ് യൽബസു എൽ എന്ന്. ലബിസ യൽബസു. എൽബിസ്. അഹ്കാബിന്റെ ഏകോചനം കൊബൻ ഹഖബുൻ അഹ്കാബുൻ. നസീദയ്ക്ക് ഇവിടെ എന്താ അർത്ഥം? വർദ്ധിച്ചു എന്നാണോ വർദ്ധിപ്പിച്ചു എന്നാണോ? വർദ്ധിപ്പിച്ചു. മുത്തഖീന്റെ ഏകവചനം എന്താണ്? മുത്തഖീന്റെ ഏകവചനം, മുത്തഖീന്റെ ഏകവചനമാണ് മുത്തഖിൻ. മുത്തഖിൻ. ആ, മുത്തഖിൻ എന്ന് എഴുതുമ്പോൾ എന്ത് വരും? ബസർ മുത്തഖിൻ. ബസർ തൻവീൻ കിസർ തൻവീൻ. മുത്തഖിൻ കാണുന്നുണ്ടോ? മുത്തഖിൻ. ആ, അതാണ് അതിന്റെ ഏകവചനം. ഇത്തക്ക എന്ന ക്രിയ പഠിച്ചായിരുന്നു നമ്മള്. ഇത്തക്ക ഇത്തഖി, സൂക്ഷ്മത പാലിച്ചു. അതിന്റെ കർത്താവിന്റെ രൂപമാണ് മുത്തഖിൻ. അപ്പോ അവസാനം ദുർബലാക്ഷരമായതുകൊണ്ട് അതങ്ങ് പോയിട്ട് ആ തന്മീന് അവസാന തന്മീൻ ഇങ്ങോട്ട് കൊടുക്കും. മുത്തഖിൻ, ദാഇൻ എന്നൊക്കെ പറയുന്നത് പോലെ, ഹാദിൻ എന്നൊക്കെ പറയുന്നത് പോലെ മുത്തഖിൻ. അതിന്റെ ബഹുവചനമാണ് മുത്തഖൂന. മുത്തഖൂൻ. അതിന്റെ ലീ വന്നത് കൊണ്ടാണ് മുത്തഖീന എന്ന് വന്നത്. മഫാസിന്റെ തുല്യമായ പദം മറ്റൊരു ക്രിയാധാതു ഏതാണ്? ഫൗസുൻ. ഫൗസുൻ. ഫാസയുടെ ക്രിയാധാതുവാണ് മഫാസും ഫൗസും. ഹദായിഖയുടെ ഏകോചനം ഹദിയഖത്തുൻ. തുന്നുണ്ട് കേട്ടോ, ഹദിയഖത്തുൻ. അനാബിന്റെ ഏകോചനം ഇനബുൻ. കവാഇബിന്റെ ഏകോചനം കാഇബുൻ. കായിബുൻ. കൗക്കബല്ല കേട്ടോ, അക്ഷരം നോക്കുക. കൗക്കബിന് കായും രണ്ട് കായും ഒരു ബായുവാണുള്ളത്. കൗകബുൻ, വാവും പിന്നെ ഒരു കായും പിന്നെ ബായുവാണ്. ഇവിടെ എന്തുണ്ട്? കാഫും ഐനും ബാവും ഉണ്ട്. മൂന്നക്ഷരം ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് മെയിൻ ലെറ്റേഴ്സ്, പ്രധാനപ്പെട്ട മൂന്ന് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കാഫും ഐനും ബാവുമാണ് പ്രധാനപ്പെട്ട അക്ഷരം. അത് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഏകവചനം ഏതാണെന്ന് നോക്കേണ്ടത്. കായിബ്, കവായിബ്. അതേപോലെ അത്രാബിന്റെ ഏകവചനം ഓക്കെ. അഹ്സായുടെ അർത്ഥം കണക്കാക്കി രേഖപ്പെടുത്തി.
കണക്കാക്കി രേഖപ്പെടുത്തി. വലയം ചെയ്തു. ചെയ്തു. ശരി. ആ പക്ഷെ ആയത്തിന്റെ അർത്ഥം നമ്മൾ പറയുമ്പോ അഹ്സൈനാഹ കിതാബൻ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അഹ്സയുടെ അർത്ഥം എന്താ പറഞ്ഞത്? രേഖപ്പെടുത്തി. വലയം അഹ്സ ചെയ്തു. വലയം കൂടി. ചെയ്തു, എണ്ണി അല്ലെങ്കിൽ വലയം ചെയ്തു. അതാണ് അതിന്റെ കൂടി. ഭാഷ. അതാണ് അതിന്റെ വലയം ചെയ്തതിന് വേറെ ഉണ്ടോ? വലയം ചെയ്തുണ്ട്, വേറെ ഉണ്ട്. വേറെ വാക്യം. അഹാത്ത വലയം ചെയ്തു. അതെ. ഇവിടെ അങ്ങനെ വലയം ചെയ്തതിനല്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാം വരുതിയിലാണ്, കൺട്രോളിലാണ് എന്ന അർത്ഥത്തിലാണ് അഹ്സ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണം കണക്കാക്കി, എണ്ണമൊക്കെ നമ്മുടെ പരിധിയിലുണ്ട് എന്റെ അർത്ഥത്തിലാണ്. ഓക്കെ, കാസ് എന്താണ് അർത്ഥം? കോപ്പ. ദിഹാത്ത് ഫുൾ നിറഞ്ഞ. നിറഞ്ഞ. ലഘുവിന്റെ മാളി ലഗായലഹു. കിസാബിന് എത്ര അർത്ഥത്തിൽ ഇത് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്? നമ്മളിപ്പോ പഠിച്ചെടുത്ത് കിസാബ് എത്ര അർത്ഥത്തിൽ വന്നിട്ടുണ്ട്? ഒന്ന്, കസ്സബൂബി ആയാത്തിന കിസാബ് എന്ന് പറഞ്ഞെടുത്ത് കിസാബിന്റെ അർത്ഥം തക്ദീബാണ്, കളവാക്കൽ. ഇവിടെ കളവാക്കൽ. കളവാക്കലാണ്. പിന്നെ അവസാനം വന്നെടുത്ത് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബൻ എന്ന് പറഞ്ഞെടുത്ത് കസീബിനാണ്, കസീബ് അല്ലെങ്കിൽ കസീബുൻ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബൻ എന്ന് പറഞ്ഞെടുത്ത് കസീബാണ്. അതാഇന്റെ അർത്ഥം ദാനം. പോഷാരമായി കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതനുസരിച്ച് ജീവിക്കാനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനും, നാം പോയി കഴിയുമ്പോൾ ഒരു പാദസ്പർശം അല്ലെങ്കിൽ അതിന്റെ ലാഞ്ചന, ഒരു നിഴൽ അവിടെ ഇട്ടേച്ചു പോകാനും ഖുർആന്റെ പ്രകാശം അവിടെ പ്രകാശിപ്പിച്ചു പോകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. വലൈക്കും അസ്സലാം. واياكم.